എല്ലാരും എന്തിയേ? അവനെന്തിയേ? ഹരിയണ്ണോ അണ്ട അമ്മ വന്ന് ബാ. അമ്മ എത്തിയോ? എത്തിയാണ്. എപ്പോ എത്തി? ഇപ്പോൾ വന്നതേ ഉള്ളു. എന്തുണ്ട് പിന്നെ വിശേഷം? ഓ വിശേഷമൊന്നുമില്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാ. പിന്നെന്താ വിഷമിച്ചിരിക്കുന്നത്? ഓ ഒന്നുമില്ല. അമ്മേ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി കാപ്പി എടുത്തുണ്ട് കേട്ടോ. ഇരിക്ക്. എന്താ മോനെ ഉണ്ടായിരിക്കുന്നത്? ഇങ്ങനൊന്നും അല്ലല്ലോ. അതൊന്നും ഇല്ലമ്മേ, എന്തോന്നറിയോ, അമ്മ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ സ്വർണ്ണം എല്ലാം കൊണ്ട് പണയം വെച്ചേക്കുമല്ലയോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എൻ്റെ ദേഹത്തൊന്നും ഇല്ലായിരുന്നു സ്വർണം, ഇപ്രാവശ്യം വന്നപ്പോഴും ഒന്നും ഇല്ലായിരുന്നു. ഇനി അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തോ തോന്നും, അമ്മയ്ക്ക് വിഷമാവും, എടുത്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷമത്തിലാണ്. അത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. അത് സാരമില്ല, എല്ലായിടും ഉള്ളതല്ലേ അത്. നിങ്ങൾ സ്വർണം നിങ്ങളെടുത്തെന്ന് വിചാരിച്ച് ഞാനൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് തന്ന സ്വർണം നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്യേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിർണ്ണയം എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ സ്വർണം നോക്കിയല്ല വന്നത്, ഞാൻ അവിടെ സുഖവും ദുഃഖവും അറിയാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ഒന്നിനും വന്നാൽ. ഞാനിവിടെ വരുമ്പോൾ അവൾക്ക് സന്തോഷമായിട്ട് അവൾ തിരിച്ചും കളിച്ചിരിക്കുന്നു. അവൾക്ക് അന്നേരം ദുഃഖമില്ലെന്നുള്ള എൻ്റെ മനസ്സിനകത്ത് തോന്നി, ഞാൻ അങ്ങ് പോകുന്നു. പണവും സ്വർണ്ണമൊന്നും അല്ല മോനെ, നമ്മളെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നത് എപ്പോഴായാലും നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ അടിക്കുക, പണയം വയ്ക്കുകയൊക്കെ ചെയ്യും. നിന്നെയാണ് വിശ്വാസം, അല്ലാതെ സ്വർണത്തിനല്ല. നിന്നെ വിശ്വസിച്ച പെണ്ണിനെ വിട്ടത്. നീ അവളെ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ്. എന്നാൽ ഞങ്ങൾക്ക് പൊന്നും പണമൊന്നും അല്ല. നിങ്ങൾ കൺകളിലാടുന്നു രാവേതോ വെണ്ണതിയാവുന്നു, കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിലാ